ലെറ്റ്സ് മേക്ക് an aesthetic organizer. അതും കംപ്ലീറ്റ്ലി വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ആക്കിയിട്ട്. അപ്പം എങ്ങനെയാ സ്റ്റാർട്ടാക്കിയാലോ? അപ്പം ഈ ഒരു ഐറ്റം ഇത്തവണ നമ്മൾ ഫുള്ളി പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ബ്ലൂ പ്രിൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മേളിൽ കാണുന്ന ഓർഗനൈസറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം ഇങ്ങനെ ഒരു പെട്ടി എടുക്കുക. ആ പെട്ടീൻ്റെ മണ്ട നോക്കി കട്ട് ചെയ്ത് കളയുക. ഇനി നമ്മൾ കുറച്ചുകൂടെയും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതായിരുന്നേ. പിന്നെ നമ്മൾ ഈ പെട്ടീനെ അങ്ങ് സൈഡിലേക്ക് മാറ്റി വെക്കുക. നെക്സ്റ്റ് പെട്ടി എടുക്കുക, അതിനെ നടുവേ മുറിക്കുക. അതായത് കറക്റ്റ് ഈക്വലായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് ഈക്വലൊക്കെ അല്ലേ എന്നൊന്ന് നോക്കിയിട്ട് അങ്ങ് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഈ കാണുന്ന ഐസ്ക്രീമിൻ്റെ പെട്ടി എടുക്കുക. അതിന് നമ്മൾ ആദ്യം നടുവേ മുറിച്ച പെട്ടീനെ വെച്ചിട്ട് അളവെടുത്ത് കറക്റ്റായിട്ട് മുറിക്കുക. കാരണം ഇതെല്ലാം നമുക്ക് ഒരേ അളവിൽ കിട്ടണം. അതിനെ മാറ്റി വെക്കാം. നമ്മുടെ ബ്ലൂ പ്രിൻറ്റിനെ പിന്നെ എടുത്ത് ഏതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെന്ന് നോക്കി. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഇതാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന 3 കാർഡ്ബോർഡ് വേണം. ഈ കാർഡ്ബോർഡിൻ്റെ അളവൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഊഹക്കണക്കെടുത്താണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അളവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് വേറൊരെണ്ണം വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ പിങ്ക് കളർ പേപ്പർ വെച്ചിട്ട് അതിനെ കവർ ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇതൊക്കെ ഒട്ടിക്കണത് കംപ്ലീറ്റ്ലി നമ്മുടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ്. ആൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ലോണം ഒട്ടിക്കിട്ടും. പിന്നെ നമ്മൾ അതിനെ മാറ്റി വെച്ചിട്ട് ഈ കാണുന്ന പെട്ടികളൊക്കെ ഇല്ലേ ആദ്യം വെട്ടിക്കൂട്ടി വെച്ചത്, അതിനെല്ലാം എടുക്കുക. ഒരു A4 പേപ്പർ എടുക്കുക, ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഒരു A4 പേപ്പറിലൊന്നും കവർ ആയിക്കിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതിനെല്ലാം നമ്മളിങ്ങനെ ഒന്ന് നോക്കി കണ്ട് എല്ലാം ഓക്കെയാണ്, നല്ല ലുക്കിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ആ സൈഡിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കുക. പിന്നെ ഈ കാണുന്ന പെട്ടി എടുക്കുക, അതിനെ നിലത്തേക്ക് വെക്കുക. പിന്നെ ഒരു പെട്ടി എടുക്കുക, വെക്കുക. പിന്നെ അടുത്ത പെട്ടി വെക്കുക. പിന്നെ ഒരു പെട്ടിയും കൂടെ വെക്കുക. നല്ലോണം ഒട്ടിച്ചെടുക്കുക, അങ്ങ് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ ഈ കാണുന്ന കാർഡ്ബോർഡ് എടുക്കുക. ഇനി ഈ കാണുന്ന കാർഡ്ബോർഡും കൂടെ എടുക്കുക. ഇതൊക്കെ എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും കേട്ടോ. ഇതുപോലെ 4 നോട്ട് എടുത്തിട്ട് ഫുള്ളും വൈറ്റ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ A4 പേപ്പർ വെച്ചാട്ടോ കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വലിയ കാർഡ്ബോർഡ് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ഒട്ടിക്കൂട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പെട്ടികളിലെ അതിനെല്ലാം പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഈ കാർഡ്ബോർഡ് അതിൻ്റെ മുകളിലേക്കും കൂടി ഒട്ടിക്കുക. ഒരു സാൻഡ്വിച്ച് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 4 കാർഡ്ബോർഡിലെ അതിൽ നിന്ന് 2 എടുക്കുക. ഇങ്ങനെ 2 സൈഡിലേക്ക് നല്ലോണം പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി 2 നിന്ന് എടുത്തിട്ട് ഇതുപോലെ കൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം സാധനം സെറ്റായി. ഇനി നോക്കുമ്പോഴാണ് ഈ താഴെ 2 തുള കണ്ടിട്ടില്ല, അത് 2 കൂടെ നമ്മൾ കാർഡ്ബോർഡ് വെച്ച് തന്നെ അടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഏകദേശ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പിങ്ക് കളർ ഡ്രോയില്ലേ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളല്ലേ. ഇതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് നമുക്ക് കണ്ടാലോ, അതായത് ഒരു സിനിമാറ്റിക് ഷോട്ട് കണ്ടാലോ. അപ്പം എങ്ങനെ നിങ്ങളും ഒന്ന് ട്രൈ ആക്കി നോക്കൂലേ?